നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കവിതയുടെ പേര് പൊരുത്തക്കേടുകൾ. ജീവിതത്തിൽ നമ്മൾ ഒരുപാടൊക്കെ നേടുന്നു, ഒരുപാടൊക്കെ ആസ്വദിക്കുന്നു. മുമ്പോട്ട് അശ്വാരൂഢത്തെ പോലെ കുതിക്കുകയാണ്. നേടാൻ കഴിയുന്നതിനും അപ്പുറം ഒരു മല തന്നെ പിഴുതുകൊണ്ടു വന്നാലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് മനുഷ്യ മനസ്സിൻ്റെ നെട്ടോട്ടം. ഇത് വെറുതെ പറയുകയില്ല. ബന്ധനങ്ങളും എല്ലാം തിരക്കിൽ ശ്വാസം മുട്ടുകയാണ്. അമ്മയ്ക്ക് മകനെ കാണാൻ സമയമില്ല, മകന് അമ്മയെ കാണാൻ സമയമില്ല, മകന് സഹോദരനെ കാണാൻ സമയമില്ല, സഹോദരന് സഹോദരിയെ കാണാൻ സമയമില്ല. എല്ലാവരും തിരക്കാണ്. ഒന്ന് ഫോൺ ചെയ്ത് പോലും രക്തബന്ധങ്ങളെ അവരുടെ വിശേഷങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ സുഖങ്ങളെപ്പറ്റിയും അന്വേഷിക്കാനും ഒന്നിനും ആർക്കും സമയമില്ല. എവിടേക്കാണ് ഈ ഓട്ടം എന്ന് ചിന്തിച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ചിരിക്കാനേ തരമുള്ളൂ. ഒരുപാടൊന്നും നേടിയില്ലെങ്കിലും ഒരു സമൂഹത്തിൽ മാന്യമായി അന്തസ്സായി ജീവിച്ചു പോകണം. പിന്നെ അധ്വാനിക്കുക. മറ്റുള്ളവർ വലിയ രീതിയിൽ കഴിയുന്നു, അതുകൊണ്ട് നമുക്കും വലിയ രീതിയിൽ കഴിയണം. മറ്റുള്ളവർ കാറിൽ സഞ്ചരിക്കുന്നു, നമുക്ക് അതിനേക്കാട്ടിലും വിലപിടിപ്പുള്ള കാറിൽ സഞ്ചരിക്കണം. അങ്ങനെയുള്ള ആ മാത്സര്യ ബുദ്ധി ഉപേക്ഷിച്ചാൽ തന്നെ ഒരു 75% സമാധാനമുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിതൊന്നും ആരോടും പറയാനും അടിച്ചേൽപ്പിക്കാനും എനിക്ക് ലഭിക്കാത്തതുകൊണ്ട് അസൂയപ്പെടാനും ഒന്നുമല്ല. ജീവിതത്തിൽ സർവശക്തൻ്റെ കാരുണ്യം കൊണ്ട് ഒരു ജീവിതത്തിൽ നമുക്ക് നേടാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല എനിക്ക് നേടാൻ കഴിഞ്ഞു എന്നാണ് വിനയാന്വിതനായി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒരു പരിധിവരെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഈ പൊരുത്തക്കേടുകൾ എന്നുള്ള കവിതയ്ക്ക് ആധാരം എൻ്റെ അടുത്ത ഒരു ബന്ധു ഈ ലോകത്ത് പറ്റിയാൽ എവറസ്റ്റ് കൊടുമുടി വരെ സ്വന്തം മക്കളുടെ പേരിൽ എഴുതി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരച്ഛൻ, കഴിയാവുന്നതിൻ്റെ മാക്സിമം അധ്വാനിച്ച് നേരായ മാർഗത്തിലൂടെ തന്നെ എല്ലാം നേടി തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രം സുഖലോലുചിത്രനായി ജീവിക്കണം എന്ന് കരുതുന്നൊരു വ്യക്തി. മറ്റുള്ളവർ എങ്ങനെയോ ജീവിക്കട്ടെ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തൊട്ടു തലോടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് 10-35 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യൻ ജീവിച്ച് മറയുമ്പോൾ അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനും അവൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി എന്നുള്ളതിനും ഒരു പോറലെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം, നല്ലതിൻ്റേതായിട്ടുള്ള ഒരു പോറലെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം കാലത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ. ഈ പറഞ്ഞ വ്യക്തി മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം വർക്കലയിലെ പാപനാശത്ത് ഒഴുക്കാൻ ചെന്നപ്പോൾ ബന്ധുക്കളും മക്കളും ചെറുമക്കളും എല്ലാം കൂടി ഒരു വിനോദ സഞ്ചാരത്തിന് പോയൊരു പ്രതീതിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. എല്ലാം നേടി, എല്ലാം വെട്ടിപ്പിടിച്ച്, എല്ലാം കീഴടക്കി എന്നുള്ള മട്ടിൽ നടന്നിരുന്ന ആ വ്യക്തിയുടെ അവസാനത്തെ ആ കടന്നുപോക്കാണ് ഒരു മൺകുടത്തിനകത്ത് 3-4 എല്ലും കഷ്ണങ്ങളും
ഒരു സ്വർണ്ണത്തെയും മൂടിക്കെട്ടി പാപനാശത്ത് കടലിലേക്ക് ഒഴുക്കുമ്പോൾ അത് കടലിലോട്ട് എറിയപ്പെടുമ്പോൾ അതൊന്ന് ഉള്ളിലോട്ട് വരികയും വീണ്ടും അത് പുറത്തേക്ക് വരികയും ചെയ്തു. അറിയാതെ എൻ്റെ കണ്ണുകൾ സജലങ്ങളായി. അറിയാതെ രണ്ട് തുള്ളി കണ്ണുനീർ അടർന്നു വീണു. വീണ്ടും കടൽ തിരമാലകൾ അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ അവസാനിക്കുന്നു ഒരു ജീവിതത്തിൻ്റെ, ഒരു ജീവൻ്റെ അവസാനം. അവിടുന്ന് അവരുടെ മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ഉല്ലാസയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന പോലെ തിരികെ കാറിലേക്ക് കയറുമ്പോൾ ഞാൻ ചിന്തിച്ചത് ജീവിതം ഇത്രയേ ഉള്ളൂ എന്നാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയത്. ഇതിലെ ഒന്ന് രണ്ട് വരികൾ ഞാൻ ആലപിക്കാം. ശരിയെന്നു തോന്നുന്നതെല്ലാം ശരിയല്ല താനും, ശരിയെന്നു തോന്നുന്നതെല്ലാം ശരിയല്ല താനും, തെറ്റും അതുപോലെയാണെന്നു തോന്നൽ, തെറ്റും അതുപോലെയാണെന്ന തോന്നൽ, ജീവിക്കുമ്പോൾ പകയും വിദ്വേഷവും വച്ചു പുലർത്തുന്നു, മരിച്ചു കഴിയുമ്പോൾ തെറ്റുകൾ മറക്കപ്പെടുന്നു. ശരിയെന്നു തോന്നുന്നതെല്ലാം ശരിയല്ല താനും. തുടർന്നുള്ള വരികളും അതിൻ്റെ വിഷ്വൽസും നിങ്ങൾ കാണുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.